ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ദ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡിൻ്റെ നെക്സ്റ്റ് പേജ് നോക്കാം. മുന്നത്തെ പേജിൽ കണ്ടതായിരുന്നു അല്ലേ, സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടി ലൈബ്രറിയിൽ പോയി ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അല്ലേ, നമ്മൾ കണ്ടതാണ്. ഒരു എഞ്ചിൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ ആ സംശയങ്ങളൊക്കെ എങ്ങനെയാണ് മാറിയത്, ലൈബ്രറിയിൽ നിന്ന് ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടി. നോക്കാം എന്താണെന്ന്. ബട്ട് വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ he had seen. It had huge blades like a fan. It looked like a giant pinwheel. William read on. He learned that it was a machine that produced electricity and pumped water. എന്തായിരുന്നു ബുക്കിൽ അവനെ കൂടുതൽ ആകർഷിച്ചത്? ബട്ട് വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ. ഒരു മെഷീനാണ് അവനെ കൂടുതൽ ആകർഷിച്ചത്. ആ ഒരു പിക്ചർ, എന്തിൻ്റെ പിക്ചറാണത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അല്ലേ? അതൊരു വിൻഡ് മില്ല് പോലെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാൻ, ഒരു ഹ്യൂജ് ബ്ലേഡ്സ് ഒക്കെ ഉള്ള ഒരു ഫാൻ പോലത്തേതായിരുന്നു. അതായിരുന്നു അവനെ ആകർഷിച്ചത്. അതെന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ. അതിന് ഒരുപാട് ബ്ലേഡ്സ് ഉണ്ടായിരുന്നു. ഹി ലേൺഡ് that it was a machine that produced electricity and pumped water. അപ്പോൾ അവനത് വായിച്ചപ്പോൾ മനസ്സിലായത് എന്താണ്? ആ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നും വെള്ളം പമ്പ് ചെയ്യാൻ, ആ ഇലക്ട്രിസിറ്റിയിലൂടെ വെള്ളം പമ്പ് ചെയ്യാനും പറ്റുമെന്നായിരുന്നു ആ കുട്ടിക്ക് ആ ഒരു വിവരണത്തിലൂടെ മനസ്സിലായത് അല്ലേ? നിങ്ങൾക്കറിയാലോ വിൻഡ് മിൽ എന്താണെന്ന് കണ്ടിട്ടില്ലേ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ കണ്ണടച്ചു. He saw the machine drawing cool water from the ground. The water gushed through the thirsty fields, turning the maize tall and green. The windmill was more than a machine. It was a weapon to fight hunger. എന്തായിരുന്നു? വില്യം അവൻ്റെ കണ്ണുകൾ അടച്ചിട്ട് ആ ഒരു വിൻഡ് മില്ല് പ്രവർത്തിക്കുന്നത് അവൻ്റെ മനസ്സിലെങ്ങനെ കണ്ടു? അവൻ്റെ നാട്ടിൽ അല്ലേ, അവൻ്റെ നാട്ടിൽ വെള്ളമില്ല, കറണ്ടില്ല, അതുകൊണ്ട് എല്ലാവരും പട്ടിണിയാണ്. അത് കാരണമാണ് ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നത് അല്ലേ? വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നതായിട്ട് അവൻ ഇങ്ങനെ കണ്ണടച്ച് സ്വപ്നം കണ്ടു. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ്, ടേണിംഗ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. വെള്ളം ആ വയലിലേക്ക്, അതായത് മെയ്സ് വളർന്നിരുന്ന ആ ഒരു ഫീൽഡിലേക്ക് വെള്ളം ഇങ്ങനെ കുതിച്ചൊലിക്കുന്നതും ആ മെയ്സസൊക്കെ, അതായത് മെയ്സ് അറിയില്ല, ഒരു ധാന്യമാണ്, വളർന്ന് വലുതാവുന്നതും പച്ചപ്പ് വന്നതും ഒക്കെ അവൻ മനസ്സിലിങ്ങനെ കണ്ടു. ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ എ മെഷീൻ. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അവൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിൻഡ് മിൽ വന്നാൽ അത് മെഷീനേക്കാൾ, അതൊരു മെഷീൻ മാത്രമായിരുന്നില്ല, ആ ഒരു നാട്ടിലെ ആ ഒരു നാട്ടിലെ വിശപ്പ് അകറ്റുന്ന ഒരു യന്ത്രമായിട്ടാണ് അവൻ അതിനെ കണ്ടത്. അത് സത്യമാണല്ലേ? ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. അവൻ ആ ഒരു മനസ്സിൽ ദൃഢനിശ്ചയമുണ്ടായി, എനിക്ക് ഇതുണ്ടാക്കണം, എനിക്ക് എൻ്റെ നാട്ടിൻ്റെ ഹങ്കർ മാറ്റണം. The junkyard in the village was a treasure house to William. He found things that would help him realize his grand dream. Some things he couldn't just pick up, like a tractor fan or some pipe. Other things like bearings and balls he had to remove. He had to strain every muscle in his body. The wheel for the electric wind was a big problem. But after much wrangling, William got it. William's father allowed him to take out one of the wheels of his bicycle. It was a big sacrifice. The bicycle was his family's only vehicle. Okay, എന്താണ് അപ്പോൾ ഇവനത് അവൻ്റെ നാട്ടിന് വേണ്ടിയിട്ട് ഒരു വിൻമിൽ ഉണ്ടാക്കാമെന്ന് അവൻ തീരുമാനിച്ചു, സ്വപ്നം കണ്ടു ഇല്ലേ? അതിനുവേണ്ടി അവൻ എന്താ ചെയ്തത്? ജങ്ക്യാർഡ് ഇൻ ദ വില്ലേജ്,
വില്ലേജിൽ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ സ്ഥലത്തേക്ക് അവൻ പോയി. പഴയ ട്രാക്ടറിൻ്റെ പഴയ സ്പെയർ പാർട്സൊക്കെ ഉണ്ടാവുന്ന ഒരു ആക്രി അതുപോലത്തെ സ്ഥലത്തുണ്ടാവില്ലേ, അവിടെ അവൻ പോയിട്ട് അവന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തപ്പിയെടുക്കാൻ തുടങ്ങി. വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ലല്ലേ. അങ്ങനെ അവൻ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാൻ തുടങ്ങി. ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവൻ്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ ഭാഗം അവനെ പെറുക്കിയിട്ട് കിട്ടി. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ ഓർ സം പൈപ്പ്. കുറേ പൈപ്പുകളും ട്രാക്ടറിൻ്റെ ഫാനും അങ്ങനെയൊക്കെ പലതും കിട്ടി. The wheel for the electric wind was a big problem. But after much wrangling, William got it. William's father allowed him to take one of the wheels of his bicycle. എന്താണ് സംഭവിച്ചത്? ഒരുപാട് സാധനങ്ങൾ അവന് ആവശ്യമുണ്ടല്ലേ. Other things like bearings and balls he had to remove. He had to strain every muscle in his body. അവൻ്റെ മാക്സിമം എഫേർട്ട്, അതായത് ശക്തി എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ, അത് ബോൾട്ടും നട്ടൊക്കെ നീക്കിയിട്ട് അവന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടി. ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുന്നതിന് ആ ഒരു വീല് കിട്ടാൻ ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. കുറേ എവിടെ നിന്നാണ് കിട്ടിയത്? അച്ഛനുമായിട്ട് കുറേ തർക്കിച്ചതിന് ശേഷം അവന് ആ ഒരു വീല് കിട്ടി. വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. അവൻ്റെ വീട്ടിലുള്ള ഒരു സൈക്കിളിൻ്റെ വീല് അച്ഛൻ ലാസ്റ്റ് സമ്മതിച്ച് കൊടുത്തു. വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അതൊരു വലിയ ത്യാഗമായിരുന്നു അച്ഛൻ ചെയ്തത്. കാരണം ആകെയുള്ള ഒരേ ഒരു വണ്ടി എന്ന് പറയുന്നത് ആ ഒരു സൈക്കിളായിരുന്നു ആ കുടുംബത്തിൽ. അതായിരുന്നു അച്ഛന് കൊടുക്കാൻ വേണ്ടി മടിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയിൽ പോയപ്പോൾ അവനെ അട്രാക്റ്റ് ചെയ്തത് എന്താണ്? പിക്ചർ ഓഫ് ദ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജോയിൻറ്റ് പിൻ വീൽ. എന്തായിരുന്നു അവനെ ആശ്ചര്യപ്പെടുത്തിയത്? ഒരു വലിയ ഒരു മെഷീൻ, ടോളർ ദാൻ എ ടോളസ്റ്റ് ട്രീ, വലിയ ട്രീനേക്കാളും വലിയ ഒരു മെഷീൻ. അതിന് ഹ്യൂജ് ബ്ലേഡ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് എ ഫാൻ. വൈ ഡിഡ് വില്യം തിങ്ക് ദാറ്റ് വിൻമിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? എന്തുകൊണ്ടായിരുന്നു വിൻമിൽ അതൊരു മെഷീൻ മാത്രമല്ല അവന്? എന്തായിരുന്നു അവന്? ബിക്കോസ് ഫോർ ഹിം ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അവൻ്റെ നാട്ടിൽ വിശപ്പിനെ അതിജീവിക്കാനുള്ള ഒരു യന്ത്രമായിട്ടാണ് അവൻ ആ വിൻമിൽ കണ്ടതല്ലേ. വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക് യാർഡ്? വില്യം വെൻ ടു ദ ജങ്ക് യാർഡ് വിത്ത് എൻ ഐഡിയ ദറ്റ് ഹി കുഡ് കളക്ട് ദ റോ മെറ്റീരിയൽസ് ഫ്രം ദെയർ. അവന് അവിടുന്ന് ജങ്ക് യാർഡ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പഴയ സാധനങ്ങൾ എടുക്കുന്ന സ്ഥലം, കൊണ്ടിടുന്ന സ്ഥലം, അവിടുന്ന് അവന് ഒരുപാട് സാധനങ്ങൾ അവന് കിട്ടുമായിരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു അവൻ അവിടേക്ക് പോയത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഗോ എവേ, വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക് യാർഡ് ദിയർ ഹോം. ആസ് വില്യം ക്യാരിഡ് ഹിസ് prized possessions home, the villagers said to each other, "He is crazy. Only crazy people play with the trash." എന്താണ് ഇവിടെ സംഭവിച്ചത്? Go away, William shouted to the birds and spiders which had made the junkyard their home. അപ്പോൾ അവൻ ജങ്ക്യാർഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ പരതിയെടുക്കുകയാണല്ലേ. അപ്പോൾ അവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയായിരിക്കും? ബേർഡ്സും പിന്നെ സ്പൈഡേഴ്സൊക്കെ. അപ്പോൾ അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ പരതുമ്പോൾ അപ്പോൾ അവനിങ്ങനെ അതിനോട് പറയാണ്, ഗോ അവേ, അങ്ങോട്ട് ദൂരെ പോ. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസിഷൻ ഹോം. അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ പൊറുക്കിയിട്ട് അവന് ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ നിന്ന് പൊറുക്കിയെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ വില്ലേജേഴ്സ്, അവിടെ നിന്ന് ആ ചുറ്റുമുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഹീസ് ക്രേസി. അവന് എന്താ പറയണ്ടേ, വട്ടാണെന്നൊക്കെ പറയില്ലേ ഈ പഴയ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന ചെക്കൻ. എന്താണിത്? ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. ഈ വേസ്റ്റ് കൊണ്ട് കളിക്കുന്നത് ഇങ്ങനെയൊന്നും തലക്ക് സ്ഥിരതയില്ലാത്തവരാണെന്നാണ് വില്ലേജേഴ്സ് പറയുന്നത്. അവരൊരു കളിയാക്കിയ രൂപത്തിൽ പറയുന്നതാണ് അല്ലേ. പക്ഷേ ഈ കുട്ടീൻ്റെ സ്വപ്നം ആ കുട്ടിക്ക് മാത്രമല്ലേ അറിയില്ലേ. അവൻ ആ വില്ലേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും ചെയ്യുന്നതല്ലേ. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്. A broken bicycle, rusted bottle caps and plastic pipe. There was even a small generator that powered a headlight on a bike. അപ്പോൾ അവൻ എന്താണ് ചെയ്തത്?
കുറേ ആഴ്ചകൾക്ക് ശേഷം അവനിങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ട് വില്യം അറേഞ്ച് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്. അങ്ങനെ മണ്ണിൽ നിന്ന് എല്ലാം പിന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ. ബ്രോക്കൺ ബൈസിക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. There was even a small generator that powered a headlight on a bike. അവിടെ ഒരു ചെറിയൊരു ജനറേറ്ററും അവന് കിട്ടിയിരുന്നു. For 3 days he bolted, bangled and tinkered. അവൻ 3 ദിവസത്തോളം അതൊക്കെ ഫിറ്റ് ചെയ്യാൻ എടുത്തു. Chicken squawked, dogs howled and neighbors shook their heads. What's the crazy boy doing now? The neighbors asked themselves. But his cousin Geoffrey and his best friend Gilbert soon appeared. Can we help with the electric wind? They asked him. അവൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് അവൻ്റെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അവൻ ഓരോ സാധനങ്ങളും എടുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ജനങ്ങൾ, വില്ലേജേഴ്സ്, നാട്ടുകാർ പറയാൻ തുടങ്ങി അവൻ എന്തിൻ്റെ ഇതാണ്, അവൻ എന്തായി ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ വന്നു. ആരൊക്കെയാണ്? ജോഫ്രി ആൻഡ് ഹിസ് ഫ്രണ്ട്, കസിനായിരുന്നു ജോഫ്രി. ഗിൽബർട്ട് എന്ന ഫ്രണ്ടും വന്നിട്ട് അവർ പറയും ഞങ്ങളും നിന്നെ സഹായിക്കട്ടെയും ചോദിക്കും അല്ലേ. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ഇലക്ട്രിക് വിൻഡ്? അല്ലേ, കൂട്ടുകാരെപ്പോഴും കൂട്ടുകാരനെ അല്ലേ. അവരെ അവനെ കുറ്റമൊന്നും പറഞ്ഞില്ല, വേഗം സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. പിന്നെ ആക്സസ് അറിയില്ലേ, മഴു എടുത്തിട്ട് എൻ്റെ പിന്നാലെ വാന്ന് പറയും. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അവനെ എന്തിനായിരിക്കും ആക്സസ് എടുത്തിട്ട് ഫോറസ്റ്റിൽ പോയിട്ടുണ്ടാവുക? മരം വെട്ടാനായിരിക്കും അല്ലേ. ആക്സസ് അറിയില്ലേ, മഴു. ടുഗെദർ ദേ swung their sharp blades into the trunks of trees. They cut long planks and hammered them together to make the tower for the windmill. They erected the tower and fixed the huge blades on the top. അവർ വലിയൊരു ഹ്യൂജ് പിന്നെ മരപ്പലക വെട്ടിയെടുത്തിട്ട് ആ വിൻഡ് മില്ലിൻ്റെ ടവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ മരപ്പലക എടുത്തത്. നല്ല ഹൈറ്റിൽ വേണ്ടേ, അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ആ ഒരു ആക്സസ് എടുത്തിട്ട് കാട്ടിലേക്ക് പോയത്, മരം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതിനവനെ കൂട്ടുകാരും കൂടി സഹായിച്ചു. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി? എന്താണ് വില്ലേജേഴ്സ് പറയാൻ കാരണം അവന് പിന്നെ വട്ടാണെന്നുള്ളത്? ബിക്കോസ് വില്യം വാസ് കളക്ടിങ് തിങ്സ് ഫ്രം ജങ്ക് യാർഡ് അല്ലേ, പഴയ സാധനങ്ങൾ പെറുക്കുന്നത് കണ്ടിട്ടായിരുന്നു. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻഡ് മില്ലിങ്? എങ്ങനെയായിരുന്നു അവൻ വിൻഡ് മില്ലിന് വേണ്ട ടവർ ഉണ്ടാക്കിയിരുന്നത്? വില്യം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കട്ട് ട്രങ്ക്സ് ഓഫ് ട്രീസ് ആൻഡ് മെയ്ഡ് ലോങ് പ്ലാങ്ക്സ്. ദേ ഹാമേർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ. എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്? അവന് മരത്തിൻ്റെ നീണ്ട പലകകളാക്കിയിട്ട് അതിങ്ങനെ അത് മുട്ടി വെച്ച് അടിച്ച് അതൊരു വലിയ ടവറാക്കി മാറ്റി. നെക്സ്റ്റ് പേജ് നോക്കാം. William had made a crude motor which would rotate as the wind turned the blades. As soon as the wind was strong enough to turn the blades, he connected the wires from the motor to a bulb. എന്താണ് ഇവിടെ സംഭവിച്ചത്? അവൻ എന്താ ചെയ്തത് നോക്കാം. വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടോ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് എ വിൻഡ് ടേൺ ദ ബ്ലേഡ്സ്. അവൻ അവിടെ ഒരു മോട്ടോറും കൂടി ഘടിപ്പിച്ചിരുന്നു. വിൻഡ് മില്ല്, ആ വിൻഡിൻ്റെ വിൻഡ് വരുമ്പോൾ, നല്ല കാറ്റ് വരുമ്പോൾ ആ ഒരു ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ആസ് എ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ്, ആ നല്ല വിൻഡ് വരുമ്പോൾ ആ ബ്ലേഡ് നല്ല സ്പീഡ് തിരിയും. ഹി കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടോ ടു എ ബൾബ്. ആ വയേഴ്സ് ആ ഒരു ബൾബിനും കൂടി ഘടിപ്പിച്ചു. അപ്പോൾ ആ വിൻഡ് നല്ല രീതിയിൽ വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ആ ബ്ലേഡ്സ് തിരിയും. ബ്ലേഡ്സ് തിരിയുമ്പോൾ ആ ബൾബും കത്തും. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അവർ ആ ഒരു ബൾബ് കത്തുന്നത് കാണാൻ വേണ്ടി എക്സൈറ്റഡായി നോക്കി, ആകാംക്ഷയോടെ നോക്കി. ഇറ്റ് ഗ്ലോഡ് ഫെയിൻറ്റ്ലി എറ്റ് ഫസ്റ്റ്. അത് ആദ്യം ഒരു മങ്ങിയായിരുന്നു കത്തിയിരുന്നത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ ഇറ്റ് ബേൺ ബ്രൈറ്റ് ലൈക്ക് ദ സൺ. നല്ല സ്ട്രോങ് ആയിട്ട് വിൻഡ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ഒരു ബൾബ് നല്ല ബ്രൈറ്റ് സണ്ണ് പോലെ നല്ല ചുട്ട്
നല്ല സണ്ണിൻ്റെ വെളിച്ചം അറിയില്ലേ, ആ ഒരു രീതിയിൽ അത് നല്ല ബൾബ് നല്ല കത്തി. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്. കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാൾ ഷൗട്ട് ചെയ്തു, വെൽ ഡൺ, നന്നായി നന്നായി ചെയ്തു എന്ന്. സൂൺ എവറിബഡി സ്റ്റാർട്ടഡ് ചെറിയ. അത് കേട്ടപ്പോൾ ആൾക്കൂട്ടം അങ്ങനെയാണല്ലേ, ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞാൽ അപ്പാടെ ബാക്കിയെല്ലാവരും കൂടി കൈയടിച്ചു, സന്തോഷത്തോടെ അവനെ പ്രശംസിച്ചു. ഐ ഹാവ് മെയ്ഡ് എൻ ഇലക്ട്രിക് വീൻ, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിക്കലി. അവൻ സന്തോഷത്തോടെ ഒച്ചത്തിൽ വിളിച്ചു കൂവി, ഐ ഹാഡ് മെയ്ഡ് എൻ ഇലക്ട്രിക് വീൻ, ഞാൻ ഇലക്ട്രിക് വീൽ ഉണ്ടാക്കി. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. ഹി ഹാഡ് ഓൺലി മാനേജ് to light a bulb with his windmill. But he had made the beginning. Soon another more powerful windmill would work a pump. It would water the fields in his village, creating food where once there was none. It would be a more wonderful magic than what he had heard in his grandpa's stories. എന്താണിത്? ബട്ട് വില്യമിന് അറിയായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് അല്ലേ. അവൻ അതൊരു പരീക്ഷണം നടത്താൻ ഒരു ശ്രമം നടത്തുകയാണ്, പക്ഷെ അത് വിജയിച്ചു. അപ്പോൾ ഇവന് എന്താണ് വേണ്ടത്? ആ വില്ലേജിൽ വെള്ളം എത്തിക്കണം അല്ലേ. ബട്ട് വില്യം ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ്. ഒരു ബൾബ് കത്തിക്കാൻ മാത്രമേ അവന് പറ്റിയുള്ളൂ. പക്ഷെ അവൻ എന്തായിരുന്നു വേണ്ടത്? അവന് വെള്ളവും പമ്പ് ചെയ്യണമായിരുന്നു അല്ലേ. സൂൺ എന്നത് മോർ പവർഫുൾ വിൻഡ്മിൽ വുഡ് വർക്ക് എ പമ്പ്. അവന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൻഡ്മില്ലും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് വേണം ആ ഒരു വില്ലേജിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്, ക്രിയേറ്റിംഗ് ഫുഡ് വേ വൺസ് ദെയർ വാസ് നൺ. ആ ഒരു വെള്ളം കൊണ്ട് അവനെ അവിടുത്തെ കൃഷി പുഷ്ടിപ്പെടുത്തിയിട്ട് ആ ഒരു അവരുടെ വില്ലേജിലെ പട്ടിണി മാറ്റാനായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. ക്രിയേറ്റിംഗ് ഫുഡ് വേ വൺസ് ദെയർ വാസ് നൺ. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ടു ഹിസ് ഗ്രാൻഡ് സ്റ്റോറീസ്. അവൻ്റെ പറയുന്ന സ്റ്റോറീസിൽ നിന്നും ഉപരിയായിട്ടുള്ള അതിനേക്കാൾ എത്രയോ വലിയ ഒരു മാജിക് ആവും അവൻ ആ ഒരു വിൻഡ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ. അവൻ്റെ ആ ഒരു നാടിനെ തന്നെ ആ ഒരു പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവന് സാധിക്കും. അതത്രയും വലിയ മാജിക് തന്നെയാണല്ലേ. നല്ല സ്റ്റോറി അല്ലേ. ആ ഒരു കുട്ടി സ്വന്തം ആംബിഷൻ, അവൻ്റെ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയാണ് അവൻ ചെയ്തത്, അതിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഡ്യൂ ടു ഹാർഡ് വർക്ക്. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റില്ല, ഇത് ടഫാണെന്ന് നമ്മൾ ചിന്തിച്ചാലും എക്സാമിന് വേണ്ടി നമ്മൾ മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. ആരും പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. അവർ പക്ഷേ ശ്രമിക്കണം. നല്ലോണം ബുക്കുമായിട്ട് നല്ല എക്സാം ടൈമെങ്കിലും മക്കൾ നല്ല വൃത്തിക്ക് ടൈം എടുത്ത് പഠിക്കുക. എന്നിട്ട് പിന്നെ വെക്കേഷനിൽ കളിക്കുക. അതുപോലെ പഠിപ്പ് മാത്രം ശ്രദ്ധിച്ചിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നേടാം. അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ ആ കുഞ്ഞ് നമുക്ക് തെളിയിച്ചിരുന്നതും അല്ലേ. അവനെ എല്ലാവരും കളിയാക്കിയിരുന്നു, എന്താണ് ചെയ്യുന്നത് ഓക്കെ. പക്ഷേങ്കിൽ അവൻ ആ കുട്ടി നേടിയെടുത്തപ്പോൾ വില്ലേജസ് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വന്നു അല്ലേ. അങ്ങനെയൊന്നും വേണ്ട, ആരും നമ്മളെ സന്തോഷിപ്പിക്കുക പുറത്തുനിന്നൊന്നും ചെയ്യണ്ട. നമുക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വെൻ ഡിഡ് ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എപ്പോഴായിരുന്നു കണ്ടു നിന്നവർ അവനെ ചിയർ ചെയ്തത്? ഓൺലുക്കേഴ്സ് സ്റ്റാർട്ടഡ് ടു ചിയർ വെൻ ദി സോ വില്യം ലൈറ്റഡ് ദ ബൾബ് വിത്ത് ഹിസ് വിൻമിൽ. ആ വിൻമിലിൻ്റെ സഹായത്തോടെ ആ ബൾബ് കത്തിച്ചതിന് ശേഷമായിരുന്നു ജനങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത്. സന്തോഷം കൊണ്ട് അവർ ചിയർ ചെയ്യാൻ തുടങ്ങിയത്. വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? Because his aim was to create a more powerful windmill capable for pumping water to the fields of his village. അവൻ എന്തുകൊണ്ടായിരുന്നു തുടക്കം മാത്രമാണെന്ന് അവൻ ചിന്തിച്ചത്? അവന് ഇതായിരുന്നില്ല അവൻ്റെ ലക്ഷ്യം, ഇത് മാത്രമായിരുന്നില്ല അവൻ്റെ ലക്ഷ്യം. അവനെ ആ ഒരു വില്ലേജിലെ പട്ടിണി മാറ്റണമായിരുന്നു. എങ്ങനെയാണ് പട്ടിണി മാറ്റേണ്ടത്? നല്ലൊരു വിൻമിൽ ഉണ്ടാക്കി, നല്ലൊരു പവർഫുൾ വിൻമിൽ ഉണ്ടാക്കി, ദാറ്റ് മീൻസ് കേപ്പബിൾ ഫോർ പമ്പിങ് വാട്ടർ, വെള്ളം പമ്പ് ചെയ്യാൻ മാത്രം ശക്തിയുള്ള ഒരു വിൻമിൽ ഉണ്ടാക്കണമെന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നിട്ട് അവിടെയുള്ള പാടത്തിലൊക്കെ വെള്ളം കൊടുത്ത് നല്ലൊരു ആ ഒരു പോവേർട്ടി, ആ ഒരു നാട്ടിലെ പിന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കുവാനായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതാണ് അവൻ ചിന്തിച്ചത്, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന്.